Hi, I'm Samiha from Joey's Perfect Academy. So, നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ എന്താണ് അവൾ ഇത്ര കാലം പഠിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവൻ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും നേരം ഞാൻ അവനെ കാത്തിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ പഠിച്ചു, അല്ലെങ്കിൽ ഇത്രയും നേരം മുതൽ ഞാൻ ഇങ്ങനെ പഠിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ ഓവർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ കുറേ ആക്ഷൻസുകൾ ഇങ്ങനെ പറയാറുണ്ടല്ലേ. ലൈക്ക് സിൻസ്, അൺടിൽ, ഫോർ, ബൈ ദ ടൈം ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ സെൻറ്റൻസുകൾ പറയാറുണ്ട്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനത്തെ ടൈം എക്സ്പ്രഷൻസുകൾ സാധാരണ നമ്മൾ എപ്പോഴാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസിലാണ്, അല്ലെങ്കിൽ ഏത് ടെൻസസിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾക്ക് വളരെയധികം ഡൗട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. സോ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സുകൾ മാറ്റാനായിട്ട് ഇന്നത്തെ ക്ലാസ് നോക്കാം. ഞാൻ പറയാൻ പോകുന്നത് ഐ ഹാവ് ബീനും ഐ ഹാഡ് ബീനും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ സാധാരണ സെൻറ്റൻസുകളിൽ കണ്ടിട്ടുണ്ടല്ലേ. ഐ ഹാവ് ബീൻ എന്ന് പറയാറുണ്ട്, അതുപോലെ ഐ ഹാഡ് ബീൻ എന്നും പറയാറുണ്ട് അല്ലേ. സോ ഈ ഹാവ് ബീനും ഹാഡ് ബീനും സാധാരണ എവിടെയാണ്, അല്ലെങ്കിൽ എങ്ങനത്തെ സാഹചര്യങ്ങളിലാണ്, അല്ലെങ്കിൽ ഏത് ടെൻസസ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ക്ലാസ് ആണെന്ന്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഐ ഹാവ് ബീനെ പറ്റിയിട്ടാണ്. അതായത് ഐ ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. നമ്മുടെ പ്രസൻറ്റ് ടെൻസിലത്തെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്ഷൻ നടക്കുന്ന ഭാഗത്താണ് നമ്മൾ ഈ പറയുന്ന ഐ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്നുള്ള സംഭവം യൂസ് ചെയ്യുന്നത്. അതുപോലെ ഐ ഹാഡ് ബീൻ സാധാരണ നമ്മൾ ഐന് പകരമായിട്ട് നമുക്ക് വേറെ ഏത് സബ്ജക്ട്സും യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഹാഡ് ബീൻ, ഐ ഹാഡ് ബീന്നോ അല്ലെങ്കിൽ വേറെ ഏത് സബ്ജക്ട്സ് ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ ഹാഡ് ബീൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ ഹാവ് ബീൻ എന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഐന് പകരം നമുക്ക് ഏത് സബ്ജക്റ്റ് ആയാലും യൂസ് ചെയ്യാം കേട്ടോ. അതേപോലെ നമ്മൾ കഴിഞ്ഞു പോയ കാലത്തിൽ, അതായത് നമ്മൾ കഴിഞ്ഞു പോയ കാലത്തിൽ ഒരു ആക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ. അങ്ങനെ ഒരു പാസ്റ്റ് ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് വേറൊരു പാസ്റ്റ് ആക്ഷൻ അവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പറയുന്ന ഹാഡ് ബീൻ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് ടെൻസസുകളാണ്. അപ്പോൾ പ്രസൻറ്റും ഒന്ന് പാസ്റ്റിലുമാണ് അല്ലേ. അപ്പോൾ ഈ രണ്ടിനെയും പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സോ പക്ഷേ ഇത് രണ്ട് തമ്മിലും ഡിസ്ക്രൈബ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ആൻ ആക്ഷൻ ദാറ്റ് കണ്ടിന്യൂഡ് ഫോർ സം ടൈം. അതായത് ഇത് രണ്ടും നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്, ഒരു ആക്ഷന് ഒരു സമയം, ഏതെങ്കിലും ഒരു സമയത്ത് വരെ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. സോ ഈ രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ ഇതാണ് ഇത് രണ്ടും ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യം. ഇനി ഐ ഹാവ് ബീൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ പറയുന്നത് ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ് നൗ. അതായത് കഴിഞ്ഞു പോയ കാലത്തിൽ തുടങ്ങുന്നതായിരിക്കും ആക്ഷൻ. പക്ഷേ എന്താണ്, ഈ പ്രസൻറ്റിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ വിച്ച് ഇസ് നൗ, വിച്ച് ഇസ് ദിസ് മൊമെൻറ്റിലൊക്കെ ഇല്ലേ, അതായത് ഈ പ്രസൻറ്റ് ടെൻസ് വരെയും അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സെൻറ്റൻസിൽ ഈ പറയുന്ന ഹാവ് ബീൻ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ when we use I have been, we talk about an action that started in the past and still continuing now or has recently stopped, but we can still feel the effect in the പ്രസൻറ്റ്. കണ്ടോ, അപ്പോൾ നമ്മൾ പാസ്റ്റ് ആക്ഷനിൽ തുടങ്ങിയ ഒരു ആക്ഷൻ പ്രസൻറ്റിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഹാബിറ്റ് യൂസ് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്, റീസെൻ്റ് ആയിട്ട്, അതായത് തൊട്ടടുത്ത് ഇങ്ങനെ സ്റ്റോപ്പായിട്ടുള്ള ഒരു ആക്ഷൻ പറയില്ലേ, റീസെൻ്റ്ലി സ്റ്റോപ്പായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ അതിൻ്റെ എഫക്റ്റ്, ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റോപ്പ് ചെയ്താലും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഈ പറയുന്ന എന്ത് യൂസ് ചെയ്യാം, ഹാബി എന്നുള്ളത് നമ്മുടെ ഈ സെൻറ്റൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ ഐ ഹാവ് ബീൻ, അതായത് ഹാവ് ബീൻ നമ്മൾ യൂസ് ചെയ്യുന്നതിനൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാവ് ബീൻ, ദെൻ വെർബിന് ING ഫോം കൊടുത്തു, ദെൻ ഒബ്ജക്റ്റ്. അതായത്
എന്താണ് സബ്ജക്റ്റിൻ്റെ കൂടെ ഒരു ആക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, പാസ്റ്റിൽ തുടങ്ങിയിട്ട് അതിപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹാവ് ബീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രസൻ്റ് ആയി. ഇനി ഇവിടെ കണ്ടിന്യൂസ് ആക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വേർബിന് ING ഫോം കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും അവിടെ കണ്ടിന്യൂസ് ആക്ഷൻ ഉള്ളതുകൊണ്ട് വെർബിൻ്റെ ING ഫോം ആയിരിക്കും അറിയുക. അപ്പോൾ അവിടെ ഒരു ഡൗട്ട് നമ്മൾക്കില്ല. ആകെ നമ്മൾക്ക് ബി ഫോംസിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് പ്രസൻറ്റിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്റ് വരുമ്പോൾ അത് ഹാഡ് ആവും. ബീൻ ഓൾറെഡി സ്റ്റിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യും, കാരണം പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണെങ്കിൽ നമുക്ക് അവിടെ ബീൻ യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ. സോ അപ്പോൾ അതങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 years. ഞാൻ 2 വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഐ ഹാവ് ബീൻ ലേണിംഗ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. എപ്പോൾ ഇംഗ്ലീഷ് ഫോർ 2 years, ഞാൻ 2 വർഷമായിട്ട്. അപ്പോൾ നോക്കിയേ, പാസ്റ്റിൽ തുടങ്ങി അല്ലേ. 2 വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാലത്തിൽ തുടങ്ങിയതാണ്. ബട്ട് സ്റ്റിൽ കണ്ടിന്യൂയിങ് അല്ലേ, ഇപ്പോഴത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ പ്രസൻറ്റിൽ അത് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ഇത് ഇവിടെ എന്ത് യൂസ് ചെയ്യാം, ഹാവ് ബീൻ എന്നുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. കണ്ടോ, ഞാൻ രാവിലെ മുതൽ നിന്നെ കാത്തിരിക്കുന്നു. സോ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. ഫോർ യു, നിന്നെ. സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ. അപ്പോൾ ഇവിടെ രാവിലെ മുതൽ ഞാൻ നിന്നെ കാത്തിരിക്കുകയെന്നാണ് പറയുന്നത്. സോ അത് രാവിലെ മുതൽ എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റിലേക്ക് പോയി അല്ലേ. അതിപ്പോൾ നമ്മൾ പറയുന്നത് പാസ്റ്റിലേക്ക് പോകും. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയിട്ട് അത് പ്രസൻറ്റിൽ സ്റ്റിൽ എഫക്റ്റഡ് അല്ലേ, സ്റ്റിൽ കണ്ടിന്യൂയിങ്. സോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന ഹാബിൻ തന്നെ മാച്ച് ആവുന്നുണ്ട്. സോ ഈ 2 എക്സാമ്പിൾസിലും ഞാൻ കുറച്ച് ടൈം എക്സ്പ്രഷൻസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ലൈക്ക് ഇവിടെ 2 years, സിൻസ് എന്നൊക്കെ പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫോർ എ വീക്ക്, അല്ലെങ്കിൽ സിൻസ് 2020, ലേറ്റ്ലി, റീസെൻ്റ്ലി, ദീസ് ഡേയ്സ് എന്നൊക്കെ പറയാറില്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ സെൻറ്റൻസിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ എന്ത് വേണം, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെ വേണം യൂസ് ചെയ്യാൻ. അതായത് ഐ ഹാവ് ബീൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ടൈം എക്സ്പ്രഷൻസുകൾ കൊണ്ടുവരുമ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹാവ് ബീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഹാവ് ബീൻ, ഐ ഹാവ് ബീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഐ ഹാഡ് ബീൻ അല്ലേ. ഐ ഹാഡ് ബീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു പാസ്റ്റിൽ യൂസ് ചെയ്യുന്നതാണെന്ന് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ്, ഇപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസും പ്രസൻറ്റ് കണ്ടിന്യൂസും മാത്രം നോക്കുകയാണെങ്കിലോ പാസ്റ്റ് അല്ല, പെർഫെക്റ്റ് വരുമ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് യൂസ് ചെയ്തു, പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്തു അല്ലേ. സോ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് വരുമ്പോൾ ഉണ്ടാകുന്നത്, സ്ട്രക്ചറിൽ ഉണ്ടാകുന്നത് അല്ലേ. സോ നമ്മളത് പ്രസൻറ്റിൽ വന്നപ്പോൾ ഈ പറഞ്ഞ കൂട്ട് ഹാവ് ബീൻ യൂസ് ചെയ്തു അല്ലേ. അതേപോലെ പാസ്റ്റിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പാസ്റ്റ് ആക്കുമ്പോൾ ഹാഡ് ആണ് ആവുക. അപ്പോൾ ഹാഡ് ബീൻ, ഐ ഹാഡ് ബീൻ ആണ് യൂസ് ചെയ്യുക. അത് പാസ്റ്റ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി ഇത് എന്താണ് ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ടോക്ക് അബൌട്ട് ആൻ ആക്ഷൻ ദാറ്റ് വാസ് ഓൺ ഗോയിങ് ഇൻ ദ പാസ്റ്റ്. അതായത് ഒരു ആക്ഷൻ, ഒരു പാസ്റ്റിൽ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അവിടെ പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് എൻഡഡ് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ ഹാപ്പൻഡ്. അതായത് ആ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ എപ്പോഴാണ് സ്റ്റോപ്പ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാസ്റ്റ് ആക്ഷൻ നടക്കുമ്പോഴാണ്. അപ്പോൾ വേറൊരു പാസ്റ്റ് ആക്ഷൻ നടക്കുമ്പോൾ അവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന ഹാഡ് ബീൻ യൂസ് ചെയ്യാവുന്നതാണ്. സോ ബോത്ത് ദ ആക്ഷൻസ് ഹാവ് സ്റ്റോപ്ഡ്. അതായത് ഇവിടെ ഒരു സെൻറ്റൻസിൽ 2 ആക്ഷൻസ് സ്റ്റോപ്പ് ആവാണ് ചെയ്യുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ദേ ഹാവ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. ഓൾറെഡി ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കും അവിടുത്തെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്, പാസ്റ്റിൽ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിരിക്കും. ബട്ട് വി ആർ ട്രൈങ് ടു സേ ദാറ്റ് one action continued for some time before another past action took place. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നത് that one action is continued for some time. കുറച്ച് സമയത്ത് ഏതെങ്കിലും ഒരു സമയം വരെയും ഒരു ആക്ഷൻ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുക, ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ ടൂക്ക് പ്ലേസ്. വേറൊരു പാസ്റ്റ് ആക്ഷൻ അവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നതും സ്റ്റോപ്പ് ആവും. സോ 2 ആക്ഷൻസ് അവിടെ സ്റ്റോപ്പ് ആവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന
ഐ ഹാഡ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഹാഡ് ബീൻ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിൽ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ സ്ട്രക്ചറാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ, നമ്മൾ ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഹാഡ് ബീൻ യൂസ് ചെയ്യുക. കാരണം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. സോ അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഹാഡ് ബീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹാഡ് ബീൻ യൂസ് ചെയ്യുക. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു വെർബിന് ING ഫോമാണ് കൊടുക്കുക. ബിക്കോസ് ഇവിടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ കണ്ടിന്യൂസ് ആക്ഷനും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ വെർബിന് ING ഫോം ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇനി ലാസ്റ്റ് വൺ ഒബ്ജക്റ്റ് കൊടുക്കാം. ടൈം എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ലാസ്റ്റ് ടൈം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. I had been studying for 2 hours before my friend called. എൻ്റെ സുഹൃത്ത് വിളിച്ചതിന് മുമ്പ് ഞാൻ 2 മണിക്കൂർ പഠിച്ചിരുന്നു. സോ ഇവിടെ 2 ആക്ഷൻസുകളുണ്ട്. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചിരുന്നു എന്ന് പറയുന്നു. അതുപോലെ ബിഫോർ മൈ ഫ്രണ്ട് കോൾഡ്, എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നതിന് മുമ്പ് വരെ. സോ ഇവിടെ 2 ആക്ഷൻസ് പറയുന്നുണ്ട്. അതായത് ഒരു ആക്ഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്, വേറൊരു ആക്ഷൻ നടക്കുന്നത് വരെ, അതായത് ഫ്രണ്ട് വിളിക്കുന്നത് വരെയും ഇവിടെ എന്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അപ്പോൾ വേറൊരു പാസ്റ്റ് ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു ആക്ഷൻ അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ആക്ഷൻസും സ്റ്റോപ്പായി വിളിക്കുന്നതിന് മുമ്പ്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലോ 2ഉം സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2 ആക്ഷൻസ് ഇവിടെ സ്റ്റോപ്പ് ആവും. അതേപോലെ ഷി ഹാഡ് ബീൻ വർക്കിംഗ് അറ്റ് ദാറ്റ് കമ്പനി ഫോർ 5 years ബിഫോർ ഷീ ക്വിറ്റ്. അവൾ ആ കമ്പനിയിൽ 5 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ശേഷം അവൾ രാജിവെച്ചു എന്ന് പറയുന്നു അല്ലേ. സോ ഷി ഹാഡ് ബീൻ വർക്കിംഗ് എന്ന് പറയുന്നതും അതേപോലെ ബിഫോർ ഷീ ക്വിറ്റ് എന്ന് പറയുന്നതും എന്താണ്, 2 ആക്ഷൻസുകളാണ്. അപ്പോൾ 2ഉം അത് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഇതിലും ഞാനിപ്പോൾ 5 years എന്നും പറയുന്നുണ്ട്, 2 hours എന്നും പറയുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ ടൈം എക്സ്പ്രഷൻസുകൾ വരുമ്പോൾ നമ്മൾ എന്താണ് ഈ ഹാഡ് ബീൻ്റെ ഒപ്പമാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ബിഫോർ, അൺടിൽ, വെൻ, ബൈ ദ ടൈം എന്നൊക്കെ യൂസ് ചെയ്യാറില്ല ഒരു സെൻറ്റൻസിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും ഹാഡ് ബീൻ യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ പറയുന്ന ടൈം എക്സ്പ്രഷൻസുകളൊക്കെ ആഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഐ ഹാഡ് ബീൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഓഫ് ദ പാസ്റ്റ് ആണ്. ഒരു പാസ്റ്റിൻ്റെ വേറൊരു പാസ്റ്റ് ആണ് ഈ ഐ ഹാഡ് ബീൻ എന്ന് പറയുന്നത്. ആക്ഷൻ ദാറ്റ് വാസ് കണ്ടിന്യൂയിങ് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ. അതായത് വേറൊരു പാസ്റ്റ് ആക്ഷൻ നടക്കുന്നവരെ അവിടെ ഒരു ആക്ഷൻ അവിടെ സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഹാഡ് ബീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ക്വിക്ക് റീക്യാപ്പാണ്. അതായത് ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 years എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഹാവ് ബീൻ ആണ് അല്ലേ. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഐ ഹാവ് ബീൻ ലേണിംഗ് ഹിയർ ഫോർ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 hours എന്ന് പറയുമ്പോൾ സ്റ്റിൽ ലേണിംഗ് നൗ അല്ലേ. ഇപ്പോഴത് എന്താണ്, ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് കണക്ഷൻ ആണ് അല്ലേ. സോ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രസൻറ്റിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ട് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സോ ഇനി ഐ ഹാഡ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 years എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ബിഫോർ ഐ മൂവ്ഡ് ടു ഓസ്ട്രേലിയ. സോ ഇങ്ങനെ പറയുമ്പോഴോ ദ ലേണിംഗ് ഈസ് സ്റ്റോപ്ഡ് ആഫ്റ്റർ മൂവിങ്. കണ്ടോ, മൂവ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഓൾറെഡി സ്റ്റോപ്പ് ആയി കഴിഞ്ഞു. സോ ഇവിടെ എന്ന് പറയുന്നത് പാസ്റ്റ് ഈസ് കണക്ഷൻ വിത്ത് ദിസ് സെൻറ്റൻസ് അല്ലേ. പാസ്റ്റ് ആക്ഷൻ കണക്റ്റഡ് ആണ്. അപ്പോൾ പാസ്റ്റും പ്രസൻറ്റും ആക്ഷൻസ് കണക്റ്റഡ് ആവുന്നത് ഏതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ഹാഡ് ബീൻ യൂസ് ചെയ്യാൻ നോക്കുക, പ്രസൻറ്റ് പെർഫെക്റ്റ് വരുമ്പോൾ ഹാവ് ബീൻ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതാണ് ഇത് 2 തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ബി ഫോംസുകളാണ്. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ ടെൻസുകളിലും അതെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ലൈക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലുള്ള ബി ഫോംസുകളുടെ വ്യത്യാസങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കി ടെൻസസുകളിലും. ഇപ്പോൾ ഇവിടെ നമ്മൾ പെർഫെക്റ്റിൻ്റെയും കണ്ടിന്യൂസിൻ്റെയും ഒരു കോമ്പിനേഷൻ വന്നതുകൊണ്ട് നമ്മൾക്ക് എന്താണ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്. ഒരെണ്ണം പാസ്റ്റ് ഓഫ് ദ പാസ്റ്റും ആണ്, ഒരെണ്ണം പ്രസൻറ്റിൽ കണക്ഷനും ആണ്, എഫക്റ്റഡ് ആണ് അല്ലേ. പ്രസൻറ്റിൽ അത് പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും അത് എഫക്റ്റഡ് ആണെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഹാവ് ബീൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഈ പാസ്റ്റ് ഹാവ് ബീനും ഐ ഹാഡ് ബീനും ഐ ഹാവ് ബീനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നമ്മളത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ടിൽ ദെൻ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണുന്നവരെ ബൈ.